കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ബാബിലോണിൻ്റെ കാര്യങ്ങൾ ഭാഗ്യമായി മനോഹരവും നല്ലതുമായി കാണപ്പെടുന്നു. ഭാഗ്യമായി നോക്കുമ്പോൾ എല്ലാം ആത്മീയമായി തോന്നുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നത്. സഹോദര, അതിലെന്താണ് തെറ്റ്? ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് അവർ പറയുന്നു. പ്രിയരെ, ഇത് തെറ്റിൻ്റെയും ശരിയുടെയും കാര്യമല്ല. നാം ക്രിസ്തുവിൻ്റെ ജീവനിൽ മുന്നേറുന്നതും വളരുന്നതുമാണ് ആവശ്യം. ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് പറയുന്നത് നാം കേൾക്കുകയും ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. വ്യാജമായ ഭാഗ്യമായ ബാബിലോണിൻ്റെ കാര്യങ്ങളെ നാം വിട്ട് വേർപിരിയണം. എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വാക്യം ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. വെളിപാട് പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇവിടെ ബാബിലോണിൻ്റെ വീഴ്ചയിലും ന്യായവിധിയിലും സ്വർഗവും വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആനന്ദിപ്പാൻ ദൈവം അവരെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്തു എന്നാണ് ദൈവവചനം പ്രസ്താവിക്കുന്നത്. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് താൻ പറയുന്നു. എന്തായിരുന്നു ആ രഹസ്യം? അത് മഹത്വമുള്ള സഭ അഥവാ മണവാട്ടിയായ ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച രഹസ്യം ആയിരുന്നു. അത് വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അന്നു മുതൽ ഇന്ന് വരെ യഥാർത്ഥ അപ്പോസ്തലിക പ്രവാചക ശുശ്രൂഷകൾ എപ്പോഴും ബാബിലോണിനെതിരെ നിലകൊള്ളുന്നു. ഇന്നും കുഞ്ഞാടിൻ്റെ കാന്തിയായ മണവാട്ടിയെക്കുറിച്ച് വെളിപ്പാടുള്ള യഥാർത്ഥ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും ബാബിലോണിനെതിരെ നിലകൊള്ളുന്നവരാണ്. അവളുടെ കൈകളാൽ അവർ പീഡിപ്പിക്കപ്പെടും എന്നതിൽ സംശയമേയില്ല. അതുകൊണ്ട് കർത്താവ് ഇവിടെ വിശുദ്ധ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ച് ഒരു പ്രത്യേക പരാമർശം നടത്തുന്നു. വിശുദ്ധ അപ്പോസ്തലന്മാരെ പ്രവാചകന്മാരെ സന്തോഷിപ്പീൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അവളോട് പ്രതികാരം ചെയ്തിരിക്കുന്നു. പ്രിയരെ, മണവാട്ടിയുടെ വെളിപ്പാടുള്ളവർ തീർച്ചയായും അവളെ എതിർത്ത് നിൽക്കും. അവളുടെ കൈകളാൽ അവർ പീഡനം അനുഭവിക്കും. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിനായി അവളെ വിട്ട് വേർപിരിയാം. ബാബിലോണിൻ്റെ തത്വം ഭാഗ്യമായ മതഭക്തിയുള്ള ജീവിതമാണ്. ഭാഗ്യമായി നോക്കുമ്പോൾ അത് ആത്മീയമായി തോന്നും. എന്നാൽ ആന്തരികമായതിൽ നിന്ന് അത് വളരെ അകലെയാണ്. വ്യാജമായ സമർപ്പണവും ആത്മീയതയും കർത്താവിന് മുൻപാകെ പാപമാണ്. എല്ലാ വ്യാജ ആരാധനയും കർത്താവിന് മുൻപാകെ പാപമാണ്. പ്രിയ ദൈവജനമേ, ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ. ബാബിലോണിൻ്റെ ആത്മാവിൽ നിന്ന് നമുക്ക് സ്വതന്ത്രരാകാം. ഈ സമയത്ത് അവൾ അനേകരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ദൈവമേ, ഈ സമയത്ത് അങ്ങയോടും അങ്ങയുടെ വചനത്തോടും വിശ്വസ്ത പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആത്മാവിൻ്റെ വഴി നടത്തലിനും പ്രവർത്തനങ്ങൾക്കും ഏൽപ്പിച്ചു തരുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നോട് നിർദ്ദേശിക്കുന്നത് പോലെ ഞാനത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ തിരുത്തണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആരാധന സത്യത്തിലും ആത്മാവിലും ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരസ്ത്രീയിൽ നിന്ന് നാം അകന്നു നിൽക്കേണ്ടത് സദൃശവാക്യങ്ങൾ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവൾ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അവൾ പല വഴികളിൽ അത് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ അവൾ പലതും ചെയ്തിട്ടുണ്ട്. ദൈവജനമേ, നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. ബാബിലോണിൻ്റെ സകല വഴികളിൽ
ബാബിലോണിയ ആത്മാവിൽ നിന്നും ദൈവം നമ്മെ ശുദ്ധീകരിക്കട്ടെ. അവളുടെ എല്ലാ സ്വാധീനങ്ങളും നമ്മിൽ നിന്ന് നീക്കം ചെയ്യട്ടെ. കർത്താവെ, നിന്റെ ആത്മാവിൽ നിന്ന് ഉളവായത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ആത്മീയമായത് മാത്രമേ ഞാൻ അന്വേഷിക്കുന്നുള്ളൂ. കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയുടെ ഭാഗമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. അതുമാത്രം നമ്മുടെ അഭിലാഷമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നമ്മെ തുറന്നു കൊടുക്കാം. തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് അവളുടെ പാപത്തിൽ നാം പങ്കാളികളാകരുത്. അവളെ നാം ഒരിക്കലും പിന്തുണയ്ക്കരുത്. ദൈവജനത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ ദൈവാത്മാവിൻ്റെ ശബ്ദത്തോടും ഭാരത്തോടും പങ്കുചേരാം. എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ഈ സമയത്ത് അത് നമ്മുടെ ഭാരമായി തീരട്ടെ. അവളിൽ നിന്ന് വേർപിരിയണമെന്നത് നമുക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഭാരമായി തീരട്ടെ. ബാബിലോണിൽ ബന്ധിതരായ ദൈവജനം വിടുവിക്കപ്പെട്ട് കർത്താവിൻ്റെ മണവാട്ടിയുടെ ഭാഗമാകണമെന്ന് നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. ബാബിലോൺ തീർച്ചയായും ഒരു ദിവസം വീഴും. ദൈവം അവളെ ന്യായം വിധിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിടുൻ കേൾക്കട്ടെ. ആമേൻ.